Hi students, in this lecture video we are going to discuss the next topic, that is dependency preserving decomposition. Okay, so by means of normalization we have decomposed the relations into different tables. Okay, അപ്പോൾ നമ്മൾ തേർഡ് നോർമൽ ഫോം വരെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഡിപ്പെൻഡൻസി പ്രിസർവിങ് ഡീകമ്പോസിഷൻ എന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി ഡീകമ്പോസ് ചെയ്യുന്ന ടേബിൾസ് ആ റിലേഷൻ എന്ന് വെച്ചാൽ ഒറിജിനൽ റിലേഷൻ്റെ എല്ലാ ഡിപ്പെൻഡൻസീസും ഈ ഡീകമ്പോസിഷൻ അതേ കണക്ക് പ്രിസർവ് ചെയ്യുന്നുണ്ടോ എന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പം എങ്ങനെയാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നോക്കുക. ദ ഡീകമ്പോസിഷൻ ഓഫ് എ റിലേഷൻ ക്യാപിറ്റൽ ആർ വിത്ത് ഫങ്ഷണൽ ഡിപ്പെൻഡൻസി എഫ് ഇൻറ്റു R1 and R2 with dependencies F1 and F2 respectively is said to be dependency preserving if the closure of F is equal to F1 union F2 closure. ഓക്കെ, ഇപ്പം നമ്മൾ ചെയ്ത ഡീകമ്പോസിഷൻ ഡിപ്പെൻഡൻസി പ്രിസർവിങ് ആണോ അല്ലയോ എന്ന് നമ്മൾ അറിയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ കൺസിഡർ ചെയ്യുക, എനിക്ക് ആർ എന്ന് പറയുന്ന ഒരു റിലേഷൻ ഉണ്ട്. ആ റിലേഷന് ഒരു സെറ്റ് ഓഫ് ഫങ്ഷണൽ ഡിപ്പെൻഡൻസീസ് ഉണ്ട്. ഞാൻ എഫ് എന്ന് പറഞ്ഞ് റെപ്രസെൻറ്റ് ചെയ്തു. ആ ആർ എന്ന് പറഞ്ഞ റിലേഷനെ രണ്ട് റിലേഷനായിട്ട് ഡീകമ്പോസ് ചെയ്തു, R1ഉം R2. അതിനകത്ത് R1-നകത്ത് വരുന്ന എഫ് ഡീസ് ആണ് F1ഉം R2-ൽ വരുന്നതാണ് F2. ഓക്കെ, നൗ വി ഹാവ് ടു ചെക്ക് വെദർ ദിസ് ഡീകമ്പോസിഷൻ എന്ന് വെച്ചാൽ ആറിനെ R1 R2 എന്ന് പറഞ്ഞ് സ്പ്ലിറ്റ് ചെയ്ത ഡീകമ്പോസിഷൻ ഡിപ്പെൻഡൻസി പ്രിസർവിങ് ആണോ അല്ലയോ നമുക്ക് അറിയണം. അതിന് നമ്മൾ ജസ്റ്റ് ചെക്ക് ചെയ്യുന്ന ഇത് മാത്രമേ ഉള്ളൂ. ആ ഡീകമ്പോസിഷൻ ഫസ്റ്റ് ഡീകമ്പോസിഷൻ R1ഉം അതുമായിട്ട് ബന്ധപ്പെട്ട ഡിപ്പെൻഡൻസിയാണ് F1. സെക്കൻഡ് ഡീകമ്പോസിഷൻ R2, അതുമായിട്ട് ബന്ധപ്പെട്ട ഡിപ്പെൻഡൻസിയാണ് F2. അവരുടെ രണ്ടുപേരുടെ യൂണിയൻ എടുത്ത് ക്ലോഷർ എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? ഒറിജിനൽ റിലേഷൻ്റെ എഫ് ഡി കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം. ദെൻ വി ക്യാൻ സേ ഇറ്റ് ഇസ് ഡിപ്പെൻഡൻസി പ്രിസർവിങ്. എന്ന് വെച്ചാൽ നമ്മളൊരു ടേബിളിനെ പലതായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് കഴിയുമ്പോൾ അവരുടെ ആ സ്പ്ലിറ്റിങ്ങിൻ്റെ യൂണിയൻ എടുത്ത് കഴിയുമ്പോൾ നമുക്ക് ഒറിജിനൽ ഡിപ്പെൻഡൻസീസ് എല്ലാം കിട്ടുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇറ്റ് ഈസ് ഡിപ്പെൻഡൻസി പ്രിസർവിങ് ഡീകമ്പോസിഷൻ. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ വെച്ചിട്ട് നോക്കാം, അന്നേരം കുറച്ചും കൂടി എളുപ്പത്തിൽ മനസ്സിലാകും. Consider a relation capital R with the dependency with the attributes A, B, C, D, E, and it is provided with a set of functional dependency. First one is A function determines B, then B function determines C, C function determines D, and D function determines A. Okay, this capital R is decomposed into R1 with attributes A, B, C, and R2 with attributes C, D, E. Our question is to check whether this decomposition is dependency preserving or not. അപ്പോൾ ക്വസ്റ്റ്യൻ മനസ്സിലാക്കുക. ആർ എന്ന് പറഞ്ഞ റിലേഷൻ വിത്ത് ആട്രിബ്യൂട്ട്സ് എ ബി സി ഡി ഇ ഉണ്ടായിരുന്നു, സെറ്റ് ഓഫ് ഫങ്ഷണൽ ഡിപ്പെൻഡൻസി ഉണ്ടായിരുന്നു. നമ്മൾ നോർമലൈസേഷൻ എന്ന് പറഞ്ഞ മെത്തേഡ് വെച്ചും കൊണ്ട് ആർ എന്ന് പറയുന്ന ടേബിളിനെ നമ്മൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. R1 സ്പ്ലിറ്റ് ചെയ്തപ്പോൾ R1-നകത്ത് വരുന്ന ആട്രിബ്യൂട്ട്സ് തന്നെ എ ബി സി ആണ്, R2 എന്ന് പറയുന്നത് സി ഡി ഇ ആണ്. ഓക്കെ, നൗ വി ഹാവ് ടു ചെക്ക് വെദർ ദിസ് റിലേഷൻ, ദിസ് സ്പ്ലിറ്റിംഗ് ഓർ ദിസ് ഡീകമ്പോസിഷൻ ഇസ് ഡിപ്പെൻഡൻസി പ്രിസർവിങ് ഓർ നോട്ട്. ഓക്കെ, അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, അപ്പം നമ്മൾ ഒറിജിനൽ ആർ എന്ന് പറയുന്ന റിലേഷൻ വിത്ത് ആട്രിബ്യൂട്ട്സ് എ ബി സി ഡി ആൻഡ് ഇ ഈ സ്പ്ലിറ്റ് ഇൻറ്റു ടു, രണ്ടായിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തു. R1 വിത്ത് ആട്രിബ്യൂട്ട്സ് എ ബി സി ആൻഡ് R2 വിത്ത് ആട്രിബ്യൂട്ട്സ് സി ഡി ഇ. ഓക്കെ, now we have to check this decomposition is lossless or dependency preserving or not. അപ്പം നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവിടെ ഈ ആർ എന്ന് പറഞ്ഞ റിലേഷനകത്തുള്ള ആട്രിബ്യൂട്ട്സ് ഏതൊക്കെ നോക്കുക. അപ്പോൾ എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവരുടെ ക്ലോഷേഴ്സ് എടുക്കുക. ആദ്യമേ എ ക്ലോഷർ നമുക്ക് എടുക്കാം. എ ക്ലോഷർ ഈസ് ഈക്വൽ ടു എ ആദ്യമേ ഇൻക്ലൂഡ് ചെയ്യുക. ദെൻ എന്ത് ഇൻക്ലൂഡ് ആവും? ബി ഇൻക്ലൂഡ് ആകും, ദെൻ സി ഇൻക്ലൂഡ് ആകും, സി വെച്ചും കൊണ്ട് ഡി ഇൻക്ലൂഡ് ആകും. ഓക്കെ, ഇതിനകത്ത് നിന്ന് നമ്മൾ റിഫ്ലെക്സീവ് പ്രോപ്പർട്ടി വെച്ചിട്ട് എയിനെ നമ്മളങ്ങ് ക്യാൻസൽ ചെയ്യണം. അതായത് ഏത് ആട്രിബ്യൂട്ടിൻ്റെ ക്ലോഷറാണോ കാണുന്നത് ആ ആട്രിബ്യൂട്ടിനെ നമ്മൾ ക്യാൻസൽ ചെയ്യുക. അതേ കണക്ക് ഈ റിലേഷനകത്ത് ഇല്ലാത്ത ഏതെങ്കിലും ആട്രിബ്യൂട്ട് വരുമെങ്കിൽ അതും ക്യാൻസൽ ചെയ്യുക. അപ്പോൾ എയിനെ നമ്മൾ ഓൾറെഡി ക്യാൻസൽ ചെയ്തു. ഇനി വരുന്നത് ബി സി ഡി. അതിനകത്ത് ബി സി എന്ന് പറഞ്ഞാൽ ഓൾറെഡി റിലേഷനകത്തുണ്ട്, ഡി എന്ന് പറയുന്നത് ഇല്ല, അപ്പോൾ നമ്മൾ അതും ക്യാൻസൽ ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് ഇസ് ബി ക്ലോഷർ. ബി ക്ലോഷർ ഈസ് ഈക്വൽ ടു ബി വരും, സി വരും, ഡി വരും, എ വരും. ഓക്കെ, സോ ബൈ റിഫ്ലെക്സീവ് നമ്മൾ എന്ത് ചെയ്യുക? ബീനെ നമ്മൾ ക്യാൻസൽ ചെയ്യുക. ഡി എന്ന് പറയുന്നത് നമ്മുടെ റിലേഷനകത്തുള്ളതുണ്ട്, അത് നമ്മൾ ക്യാൻസൽ ചെയ്യുക. നൗ വി ഹാവ് ടു ഫൈൻഡ് സി ക്ലോഷർ. സി ക്ലോഷർ ഈസ് ഈക്വൽ ടു സി ഇൻക്ലൂഡ് ആകും, ഡി ഇൻക്ലൂഡ് ആകും, എ ഇൻക്ലൂഡ് ആകും, ബി ഇൻക്ലൂഡ് ആകും. ഓക്കെ, സി നമ്മൾ ക്യാൻസൽ ചെയ്യുക, ഡി നമ്മൾ ക്യാൻസൽ ചെയ്യുക. ഓക്കെ,
ഇനി ഇനി ആക്ച്വലി എ ബി സി മാത്രമല്ല, നമ്മളിൻ്റെ കോമ്പിനേഷൻസ് ആയിട്ട് എ ബി, ബി സി, എ സി, ദെൻ എ ബി സി എല്ലാ കോമ്പിനേഷൻസിൻ്റെയും ക്ലോഷേഴ്സ് നമ്മൾ എടുക്കണം. ഇനി ഒരു കാര്യം പറയാൻ പോകുന്നത്, ഈ എ ബി എന്ന് പറയുന്നതിൻ്റെ ക്ലോഷർ ആക്ച്വലി നമുക്ക് എടുക്കേണ്ട കാര്യം ഇല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എ എലോൺ എന്ത് ചെയ്യുന്നുണ്ട്, ആ റിലേഷനുള്ള എല്ലാ ആട്രിബ്യൂട്ടിനെ അവർ ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട് ഉണ്ടല്ലോ. അപ്പോൾ പിന്നെ നമ്മൾ എ ബി ക്ലോഷർ എടുക്കേണ്ട കാര്യമില്ല. കാരണം എ ബി ക്ലോഷർ എടുത്താൽ എന്ത് തന്നെ വരും, അവരെല്ലാവരും വരും. എ ബി സി ഡി, അതിനകത്ത് നമ്മൾ എ ബി ക്യാൻസൽ ചെയ്യുന്നു, എ ബിയുടെ ക്ലോഷറാണ് എടുത്തത്, അതുകൊണ്ട് നമ്മൾ എയും ബിയും ക്യാൻസൽ ചെയ്യുന്നു, ഡി എന്ന് പറയുന്നത് ഇവിടെ ഇല്ല, അപ്പോൾ നമ്മൾ അതും ക്യാൻസൽ ചെയ്യുന്നു. അതേപോലെ തന്നെ ബി സി, സി, എ സി എല്ലാം അതിപ്പോൾ നമ്മൾ നോക്കേണ്ട കാര്യം ഇല്ല. ഓക്കെ, ഇത്രയും വെച്ച് നമുക്ക് നിർത്താം. അങ്ങനെയാണെങ്കിൽ എ എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് കിട്ടുന്ന ഡിപ്പെൻഡൻസി എന്ന് പറഞ്ഞാൽ എ ഫങ്ഷണലി ഡിറ്റർമൈൻസ് ബി സി, ഇത് വെച്ചും കൊണ്ടാണ്, ഇത് വെച്ചും കൊണ്ട് എ ഫങ്ഷൻ ഡിറ്റർമൈൻസ് ബി സി നമുക്ക് എഴുതാം. അടുത്തത് വെച്ചും കൊണ്ട് നമുക്ക് ബി ഫങ്ഷണലി ഡിറ്റർമൈൻസ് സി എ എന്ന് നമുക്ക് എഴുതാം. ഇത് വെച്ചും കൊണ്ട് സി ഫങ്ഷണലി ഡിറ്റർമൈൻസ് എ ബി എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, ഇനി ബാക്കിയെല്ലാം റെപ്പറ്റീഷൻസാണ്, നമ്മളത് എഴുതേണ്ട കാര്യം ഇല്ല. സിമിലർലി ഇവിടെ നമ്മൾ അതേ കണക്ക് ആദ്യമേ സി ക്ലോഷർ കാണുക, ഡി ക്ലോഷർ കാണുക, ഇ ക്ലോഷർ കാണുക, ദെൻ കോമ്പിനേഷൻസ് നമുക്ക് വേണോ വേണ്ടയോ നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യമേ ഞാൻ സി ക്ലോഷർ കാണുമ്പോൾ ഇനിഷ്യലി ഇൻക്ലൂഡ് സി ഇറ്റ് സെൽഫ്, ദെൻ സി വെച്ചും കൊണ്ട് ഡി ഇൻക്ലൂഡ് ആകും, ഡി വെച്ചും കൊണ്ട് എ ഇൻക്ലൂഡ് ആകും, എ വെച്ചും കൊണ്ട് ബിയും ഇൻക്ലൂഡ് ആകും. സീനെ ക്യാൻസൽ ചെയ്ത് കഴിയുക, ദെൻ എ ബി ഡി എന്ന് പറയുന്നത് നമ്മുടെ R2-ലുണ്ട്, അപ്പോൾ നമ്മളത് അവിടെ ഇട്ടിരിക്കുക. എയും ബിയും നമ്മുടെ R2-ലില്ല, അപ്പോൾ നമ്മൾ അവർ രണ്ടിനെയും ക്യാൻസൽ ചെയ്ത് കളയുക. നെക്സ്റ്റ് ഫൈൻഡ് ദ ക്ലോഷർ ഓഫ് ഡി. ഡി ക്ലോഷർ കാണുമ്പോഴത്തേക്ക് ഇനിഷ്യലി ഇൻക്ലൂഡ് ഡി, ദെൻ എ, ദെൻ ബി ആൻഡ് സി. ഓക്കെ, ഇതിനകത്ത് എയും ബിയും നമ്മുടെ ഇതിനകത്തില്ല, ഡി എന്ന് പറഞ്ഞാൽ സെൽഫാണ്, അതും ക്യാൻസൽ ചെയ്ത് കഴിയുക. നെക്സ്റ്റ് സി ക്ലോഷർ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ മാത്രമേ ഇൻക്ലൂഡ് ആവുള്ളൂ, കാരണം ഈ വെച്ചുള്ള ഫങ്ഷൻ ഡിപ്പെൻഡൻസ് ഒന്നുമില്ല, അപ്പോൾ ഈ മാത്രം. അപ്പോൾ അത് നമ്മൾ ക്യാൻസൽ ചെയ്ത് കളയണം. ഓക്കെ, ഇനി നമുക്ക് സി എലോൺ എന്ത് ചെയ്തു, എല്ലാ ആട്രിബ്യൂട്ട്സിനെയും ഡിറ്റർമിൻ ചെയ്തു. അപ്പോൾ ഇനി സി വെച്ചുള്ള കോമ്പിനേഷൻ ആയിട്ട് സി ഡി ദെൻ സി ഇ എടുക്കേണ്ട കാര്യമില്ല. അതേ കണക്ക് ഡിക്കും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, എല്ലാവരെയും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പം ഡി സി ഡി ഇ കോമ്പിനേഷൻ എടുക്കേണ്ട കാര്യം ഇല്ല. ഓക്കെ, അപ്പം നമുക്ക് ഇവിടെ വെച്ചത് സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഡിപ്പെൻഡൻസി എന്ന് പറയുന്നത് സി ഫങ്ഷൻ ഡിറ്റർമൈൻസ് ഡി ഉണ്ട്, അതേ കണക്ക് അതിവിടെ നിന്നാണ്. അടുത്തത് ഡി ഫങ്ഷൻ ഡിറ്റർമൈൻസ് സി ഇവിടുന്ന് കിട്ടും, അത്രേ ഉള്ളൂ. അപ്പം ഇതാണ് നമ്മുടെ R1ആയിട്ട് ബന്ധപ്പെട്ട സെറ്റ് ഓഫ് ഫങ്ഷണൽ ഡിപ്പെൻഡൻസി, ഇതിനെ നമ്മൾ F1 എന്ന് പറയുന്നു. R2 ആയിട്ട് ബന്ധപ്പെട്ട ഫങ്ഷണൽ ഡിപ്പെൻഡൻസി, ഇതിനെ നമ്മൾ F2 എന്ന് പറയുന്നത്. Now we have to check whether this F1 and F2 എന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഈ ഡീകമ്പോസിഷൻ എന്ന് പറയുന്നത് ഡിപ്പെൻഡൻസി പ്രിസർവിങ് ആണോ ഇല്ലയോ എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അത് ചെയ്യേണ്ട നമ്മൾ ഓൾറെഡി പറഞ്ഞു, നമ്മൾ എന്ത് ചെയ്യണം, F1 യൂണിയൻ F2 എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടണം, ഒറിജിനൽ എഫിലുള്ള എല്ലാവരെയും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറയാം, ദിസ് ഡിപ്പെൻഡൻസി പ്രിസർവിങ്. ഓക്കെ, നമുക്ക് F1 യൂണിയൻ F2 എടുത്ത് നോക്കാം. F1 യൂണിയൻ F2 എന്ന് പറയുന്നത് F1 യൂണിയൻ F2 എന്തൊക്കെ വരും, ഇവരെല്ലാവരും എ ഫങ്ഷൻ ഡിറ്റർമൈൻസ് ബി സി വരും, ബി ഫങ്ഷൻ ഡിറ്റർമൈൻസ് സി എ വരും, ദെൻ സി ഫങ്ഷൻ ഡിറ്റർമൈൻസ് എ ബി വരും, സി ഫങ്ഷൻ ഡിറ്റർമൈൻസ് ഡി ആൻഡ് ഡി ഫങ്ഷൻ ഡിറ്റർമൈൻസ് സി, ഇത് വന്നു. ഓക്കെ, ഇനി നമുക്ക് എന്താ ചെക്ക് ചെയ്യേണ്ടത്, F1 യൂണിയൻ F2 ക്ലോഷർ ഈസ് ഈക്വൽ ടു എന്താണോ നോക്കണം, എഫ് ക്ലോഷർ ആണോ എന്ന് നോക്കണം. ഇത് ചെക്ക് ചെയ്യാൻ ഒന്നുമില്ല, ജസ്റ്റ് നമ്മൾ നോക്കേണ്ടത് ഈ പറഞ്ഞ F1 യൂണിയൻ F2 അവരെ നമ്മൾ ജി എന്ന് പറഞ്ഞ് നമുക്ക് കോൾ ചെയ്യാം, അതർവൈസ് ടേംഡ് ആസ് ജി. ഓക്കെ, ജി കവേഴ്സ് എഫ് ആണോ എന്ന് നോക്കണം, അതേ കണക്ക് എഫ് കവേഴ്സ് ജി ആണോ നോക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ദിസ് ഇസ് ഡിപ്പെൻഡൻസി പ്രിസർവിങ്. ഓക്കെ, നോക്കുന്നൊന്നുമില്ല, നമ്മൾ നോക്കിയാൽ മതി. എ ഫങ്ഷൻ ഡിറ്റർമൈൻസ് ബി സി. അപ്പോൾ എ ഫങ്ഷൻ ഡിറ്റർമൈൻസ് ബി സി എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടുന്ന് നമുക്ക് ഇവരെ ഇൻഫർ എടുക്കാൻ പറ്റുമോ നോക്കിയാൽ മതി. എ ഡിറ്റർമൈൻസ് ബി സി, അപ്പം എ ഡിറ്റർമൈൻസ് ബി എന്ന് പറയുന്നത് ഇവിടെ ഉണ്ടല്ലോ, എ ഡിറ്റർമൈൻസ് ബി സി എന്ന് പറയുന്നത് ഇവിടെ ഉണ്ട്. അപ്പോൾ അത് വെച്ചുകൊണ്ട് നമുക്ക് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എ ഡിറ്റർമൈൻസ് ബി നമുക്ക് കിട്ടുന്നുണ്ട്, നോ പ്രോബ്ലം. അടുത്ത നമുക്ക് ബി ഡിറ്റർമൈൻസ് സി ഇവിടുന്ന് കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം. അതാണ്ടേ ബി ഡിറ്റർമൈൻസ് സി എ എന്നാണ്. ബി ഡിറ്റർമൈൻസ് സി എന്ന് പറഞ്ഞാൽ ഇറ്റ് മീൻസ് ബി ഡിറ്റർമൈൻസ് സി, അതേ കണക്ക് ബി ഡിറ്റർമൈൻസ് എ. അപ്പോൾ അത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. നെക്സ്റ്റ് സി ഡിറ്റർമൈൻസ് ഡി, അത് ഇതാണ്ടേ ഇവിടെ കിട്ടുന്നുണ്ട്, സി ഡിറ്റർമൈൻസ് ഡി. നെക്സ്റ്റ് ഡി ഡിറ്റർമൈൻസ് എ, അത് നമുക്ക് ഉണ്ടോ എന്ന് നമുക്ക് നോക്കണം.
ഡി ഡിറ്റർമൈൻസ് എ. ഓക്കെ, നമ്മൾ ഡയറക്റ്റ്ലി നോക്കുമ്പോൾ ഇവിടെ നമുക്ക് ഡി ഡിറ്റർമൈൻസ് എ കിട്ടില്ല. കിട്ടുമോ? ഇല്ല. ഇവിടുന്നും കിട്ടില്ല, ഇവിടുന്നും കിട്ടില്ല, ഇവിടുന്നും ഇല്ല, ഇവിടെ ഇല്ല. ഇവിടെ ഡി ഡിറ്റർമൈൻസ് സിയേ ഉള്ളൂ, പക്ഷെ എന്തില്ല? ഡി ഡിറ്റർമൈൻസ് എ ഇല്ല. അപ്പം നമ്മൾ വെറുതെ അങ്ങ് പറയരുത് ഇവിടെ ഡിപ്പെൻഡൻസി പ്രിസർവിങ് അല്ല എന്ന് പറയരുത്. പകരം നമ്മൾ ജസ്റ്റ് ഡിയുടെ ക്ലോഷർ ഒന്ന് എടുത്ത് നോക്കണം. ഡി ക്ലോഷർ എടുക്കുമ്പോഴത്തേക്ക് ഇവിടെ വെച്ച് ഈ ഒരു സെറ്റ് വെച്ചിട്ട് വേണം ഡി ക്ലോഷർ എടുക്കാൻ. ഡി ക്ലോഷർ എടുക്കുമ്പോൾ നമുക്ക് ഡി വരും, ദെൻ സി വരും, സി വെച്ചും കൊണ്ട് എ വരും, ബി വരും. ഓക്കെ, അപ്പോൾ ഡി ക്ലോഷർ എടുത്തപ്പോഴത്തേക്ക് നമുക്ക് അവിടെ എന്ത് വന്നു? എ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഈ ഒരു സെറ്റിൽ നിന്ന് നമുക്ക് എന്തൊരു ഫങ്ഷണൽ ഡിപ്പെൻഡൻസി ഇൻഫർ ചെയ്തെടുക്കാം? ഡി ഫങ്ഷണൽ ഡിറ്റർമൈൻസ് എ എന്ന് പറയുന്ന ഈ ഡിപ്പെൻഡൻസിനെ നമുക്ക് ഇവിടുന്ന് ഇൻഫർ ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. സോ ഈ ഒറിജിനൽ നമ്മുടെ ആർ എന്ന് പറഞ്ഞ റിലേഷനകത്തുള്ള എല്ലാ ഡിപ്പെൻഡൻസീസിനെ നമുക്ക് ഇവിടെ നിന്ന് ഇൻഫർ ചെയ്തെടുക്കാൻ പറ്റി. തിരിച്ചെന്തായാലും പോസിബിളാണ്, കാരണം ഇത് വെച്ചും കൊണ്ടാണ് നമ്മൾ ഇവിടെ എഴുതിയേക്കുന്നത്. അപ്പോൾ ഇത് വെച്ചും കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ എന്തായാലും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സോ നമുക്ക് എന്തെന്ന് പറയുന്നത്? ദിസ് ഡീകമ്പോസിഷൻ ഇസ് ഡിപ്പെൻഡൻസി പ്രിസർവിങ്. ഓക്കെ, ഒന്നും കൂടെ ഒന്ന് ബ്രീഫായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. തന്നിരിക്കുന്ന റിലേഷൻ എ ബി സി ഡി നമ്മൾ 2 ഡീകമ്പോസിഷൻ പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് ഓരോ ഡീകമ്പോസിഷൻ ആട്രിബ്യൂട്ട്സ് എഴുതിയിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് ആ ആട്രിബ്യൂട്ട്സിൻ്റെ എന്ത് കാണുക? ക്ലോഷേഴ്സ് കാണുക. നമ്മൾ ആദ്യം സിംഗിളായിട്ട് കാണുക, ദെൻ കോമ്പിനേഷൻസ് കാണുക. ഓക്കെ, ഇവിടെ സിംഗിളായിട്ട് കാണുമ്പോൾ തന്നെ അവർ ഓരോരുത്തർക്കും എന്ത് ചെയ്യാൻ പറ്റുന്ന എല്ലാ ആട്രിബ്യൂട്ട്സിനെയും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത് കൊണ്ടാണ് പിന്നീട് നമ്മൾ കോമ്പിനേഷൻസിലോട്ട് പോകേണ്ട കാര്യം ഇല്ല. ദെൻ അവിടെ നിന്ന് ഇൻഫർ ചെയ്ത് കിട്ടുന്ന ഫങ്ഷൻ ഡിപ്പെൻഡൻസ് നമ്മൾ എഴുതുന്നു. അതേ കണക്ക് R2ൻ്റെ നമ്മൾ എന്ത് ചെയ്യുക? ആദ്യമേ സിയുടെ ഡിയുടെ ഇയുടെ ഇൻഡിവിജ്വൽ കാണുക. ഇവിടെ ഇൻഡിവിജ്വലായിട്ട് സിക്കും ഡിക്കും എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പിന്നെ സി ഡി കോമ്പിനേഷൻ വേണ്ട, അത് സി ഇ കോമ്പിനേഷൻ ഡി ഇ കോമ്പിനേഷൻസിൻ്റെ ആവശ്യം ഇല്ല. പിന്നെ അത് വെച്ചുകൊണ്ട് നമുക്ക് ഇൻഫർ ചെയ്യാൻ പറ്റുന്ന ഡിപ്പെൻഡൻസീസ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ F1 കിട്ടി, നമുക്ക് F2 കിട്ടി. അപ്പം നമ്മൾ F1 യൂണിയൻ F2 നമ്മളിവിടെ എഴുതി കഴിഞ്ഞു. ഇനി നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് എന്താണ്? നമ്മൾ ഒറിജിനൽ എഫ് എന്ന് പറയുന്ന അവിടുത്തെ ഫങ്ഷണൽ ഡിപ്പെൻഡൻസീസിനെ എല്ലാം നമുക്ക് ഇവിടുന്ന് ഇൻഫർ ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കണം. ആദ്യത്തത് എ ഫങ്ഷൻ ഡിറ്റർമൈൻസ് ബി ആണ്, അത് ദാണ്ട് നമുക്ക് ഇവിടെ കിട്ടും. എ ഫങ്ഷൻ ഡിറ്റർമൈൻസ് ബി. അടുത്തത് ബി ഫങ്ഷൻ ഡിറ്റർമൈൻസ് സി, അത് നമുക്ക് ഇവിടെ കിട്ടും. ബി ഫങ്ഷൻ ഡിറ്റർമൈൻസ് സി. ദെൻ സി ഫങ്ഷൻ ഡിറ്റർമൈൻസ് ഡി, അത് നമുക്ക് ഇവിടെ കിട്ടും. അടുത്തത് ഡി ഫങ്ഷൻ ഡിറ്റർമൈൻസ് എ, അത് നമുക്ക് ഇവിടെ ഡയറക്റ്റ്ലി നോക്കുമ്പോൾ നമുക്ക് എങ്ങും ഇൻഫർ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് ചെയ്യേണ്ടത് ഡിയുടെ ക്ലോഷർ ഒന്ന് കണ്ടു നോക്കാം. ഈ ഒരു സെറ്റ് വെച്ച് ഡിയുടെ ക്ലോഷർ കാണുമ്പോഴത്തേക്ക് ഡി വരും, സി വരും, സി വെച്ചും കൊണ്ട് എ വരും, ബി വരും. അപ്പോൾ ഡി വെച്ചും കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എനെ ഇൻഫർ ചെയ്യാൻ പറ്റും. സോ വി ക്യാൻ സേ ദിസ് ഇസ് ഡിപ്പെൻഡൻസി പ്രിസർവിങ് ഡീകമ്പോസിഷൻ. ഓക്കെ, താങ്ക് യു.